ഇൻ്റെ അടുക്കളേൻ്റെ മൊഞ്ചൊന്നും ആരും നോക്കണ്ട കേട്ടോ. ഇപ്പൊക്കെ നല്ല തണുപ്പല്ലേ. അപ്പം പിന്നെ കുറച്ചേരം ആ തീയും കാഞ്ഞ് അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ വന്ന് നിൽക്കാൻ വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ ഞാൻ തീയും കത്തിച്ച് പോയാലും തീ എൻ്റെ പുറകെ തന്നെ വരുമോയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം പിന്നെ കത്തിച്ചതൊന്നും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവൂലേ. അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചെമ്പിലിതാ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചാണ്. ഇനിയിപ്പോൾ നമ്മൾ രാവിലത്തെ ചായക്കടീൻ്റെ തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണെന്നുള്ളത് ഇന്നലെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടികളൊക്കെ അതാ ഒന്ന് കുഴച്ച് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഏതൊക്കെ ജില്ലേൻ്റെ ഷേപ്പിലാവുമെന്നൊന്നും പറയാൻ പറ്റൂല. എന്തായാലും നല്ല ഉഷാറായിട്ട് അങ്ങനെ പരത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ അങ്ങോട്ട് പരത്തിയാണ്. ഇതാ ഓരോരോ രീതിയിലും ഓരോരോ ഷേപ്പിലുള്ള ചപ്പാത്തി ഓരോന്നായിട്ട് ഞാൻ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ചിലപ്പം ഇതുപോലെയൊക്കെ ആയിനു. എന്നാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ട് ചിലതൊക്കെ അങ്ങോട്ട് നന്നാവും, ചിലത് നന്നാവില്ല എന്നാണ് കേട്ടോ. നിങ്ങൾ കേട്ടില്ലേ അങ്ങനെ ചിലത് നന്നാവും ചിലത് നന്നാവില്ല എന്ന്. ഷേപ്പിലൊന്നും കാര്യമല്ല കേട്ടോ. കഴിക്കാൻ എന്തായാലും നല്ല ടേസ്റ്റാണ്. നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. ഇതും ഇതിൻ്റെ കൂടെ നല്ലൊരു മീൻ കറിയും കൂടിയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ എന്തായാലും ചപ്പാത്തി ഇത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അതങ്ങനെ പൊള്ളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തടവി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കും കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കൽ. അപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റിൽ കിട്ടലും ഉണ്ട്. അങ്ങനെ ഇതാ ഓരോന്നോരോന്നായിട്ട് ചപ്പാത്തി അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞമ്മത്തി വാങ്ങിയിട്ടുണ്ടേനു. എന്നാൽ പിന്നെ അതങ്ങോട്ട് മുളകിടാമെന്ന് വിചാരിച്ചു. ചോറിനുമായി രാവിലത്തെ കടിക്കും ആയല്ലോ. ഇനിയിപ്പോൾ ഇതൊന്ന് വേഗം നന്നാക്കി കൊണ്ടുവരട്ടെ. അപ്പോൾ അത് നന്നാക്കി അവിടെ വെച്ചാണ്. പിന്നെ ഇപ്പോൾ കറിക്കുള്ള പരിപാടി ഇതാ നോക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് വേഗം ഉലുവയൊക്കെ പൊട്ടിച്ച് പിന്നെ തക്കാളി പച്ചമുളക് ചെറുതായിട്ട് വെളുത്തുള്ളിയും കൂടെ കയ്യിലേക്ക് അങ്ങോട്ട് മുറിച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കാശ്മീരി മുളകും പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ മീനും ഇട്ട് കൊടുത്ത് മീനൊന്ന് വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇട്ടിച്ചാൽ നമ്മളെ കറിയും സെറ്റായി. അപ്പോൾ പിന്നെ ഇന്നത്തെ ചായക്ക് കടീൻ്റെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം.